കഴിക്കാൻ എന്താ വേണ്ടി? നമുക്ക് മന്തി റൈസ് എടുത്ത് വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 40 മിനിറ്റ് അങ്ങ് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി ചിക്കനിലോട്ട് ടർമറിക് പൗഡർ, മന്തി പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, സാൾട്ട്, കുറച്ച് ചില്ലി പൗഡർ, ഗരം മസാല, ഓയിലും ഒഴിച്ച് നന്നായി ആ മസാല ചിക്കനിലോട്ട് അങ്ങ് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു 40 മിനിറ്റ് അങ്ങ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഈ ചിക്കനിലോട്ട് കുറച്ച് ഓയിലും ഒഴിച്ച് നമുക്ക് പാനിലോട്ട് അങ്ങ് ഫ്രൈ ചെയ്യാം. ഇനി നന്നായി മറിച്ചും തിരിച്ചിട്ടെടുത്ത് അതിലോട്ട് മല്ലിച്ചപ്പ്, കുറച്ച് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചിട്ടെടുത്ത് നന്നായി ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ടെടുത്ത് നമുക്ക് നന്നായി ഒന്ന് വേവിക്കാം. ഇനി നമ്മൾ കുക്കറെടുത്ത് ഓയിൽ, കുറച്ചുള്ളി, ഏല, കറാമ്പ്, പട്ട നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് വെള്ളം ഒഴിക്കുന്നു. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ്. ഇനി നമ്മൾ അരി നന്നായി ഒന്ന് അരിച്ചെടുത്ത് ആ കുക്കറിലോട്ട് അങ്ങിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മന്തി പൗഡറും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മന്തിൻ്റെ സ്മെല്ലും കളറൊക്കെ വരും. ഇനി ഒരു പകുതി നാരങ്ങ പിന്നെ അതിലിട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് 2 വിസിൽ വരെ അങ്ങ് കുക്ക് ചെയ്യും. നമ്മൾ മന്തി റൈസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വാ. ഇനി നമ്മളെ ചിക്കൻ മസാലയില്ലേ അതിലോട്ട് ഈ മന്തി റൈസ് അങ്ങ് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് 3-4 പച്ചമുളക് എടുത്ത് ആ ചോറിലോട്ട് അങ്ങ് കുത്തി വെക്കാം. ഇനി ഒരു ചാർക്കോളിയും കത്തിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് അങ്ങ് വേവിക്കാം. ആ അടപ്പങ്ങ് തുറക്കുമ്പോണ്ടല്ലോ എൻ്റെ മോനെ, മണം മോനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കുന്നത്. ഇനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ആ ചിക്കനിലോട്ടില്ലേ നമ്മളെ മന്തി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, നല്ല പൊളപ്പനാണ്. എപ്പോഴും നമ്മളെ ചിക്കൻ മന്തി അതും റെഡി ആയിക്കോ. നമ്മളെ ചിക്കൻ മന്തി റെഡി. വാ.